നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാവണം. നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാവണം. നിങ്ങൾ തടയുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാകണം. നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാവണം. മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗീയ ആരാമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്ന ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും അത്യുജ്വലനായ വ്യക്തിത്വത്തിന്റെ മഹാവ്യക്തിത്വത്തിന്റെ കൂടെ, എന്നാൽ വളരെ ലളിതമായി എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിച്ച് റസൂലേ കരീം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, അങ്ങനെ തുടങ്ങുന്ന സഹാബയെ കിറാമിന്റെ കൂടെ സ്വർഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് ലളിതമായ കുറുക്കുവഴി നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുക. വെറുതെ അല്ല, ശരിക്കും ബുദ്ധിപരമായി, വൈജ്ഞാനികമായി, ചിന്താപരമായി, കർമ്മപരമായി റസൂലിൻ്റെ സ്നേഹത്തെ നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് നമുക്കും സ്വയം എരിയാൻ കഴിയുമെങ്കിൽ, എരിഞ്ഞാലേ വെളിച്ചുണ്ടാവുള്ളൂ, കത്തുമ്പോഴേ വെളിച്ചുണ്ടാവുള്ളൂ, വെളിച്ചമാവുക. അല്ലാഹുവേ, ലോകത്ത് വല്ലതിനെയും ഇഷ്ടപ്പെടേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് നിന്നെയും, രണ്ടാമത്തത് നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അടക്കമുള്ള പ്രവാചകന്മാർ ജീവിതത്തിൻ്റെ സുന്ദരമായ അവതരണം കൊണ്ട് പ്രവാചകന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള അബൂബക്കറും ഉമറും അലിയും ഉസ്മാനും റളിയല്ലാഹു അൻഹും, അല്ലാഹുവേ, ആ പ്രവാചക നബിയെയും നബിയോടൊപ്പമുള്ള മറ്റമ്പിയാക്കളെയും പ്രവാചകന്റെ സഹപ്രവർത്തകരായ സഹാബികളെയും സ്നേഹിക്കാൻ കഴിയുന്ന ബുദ്ധിപരവും വൈകാരികവും വൈജ്ഞാനികവും ആയ കരുത്ത് നൽകി, തുറവികൾ നൽകി നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ ഇടകളെക്കാൾ, ഞങ്ങളുടെ മാതാപിതാ എല്ലാറ്റിനേക്കാളും അല്ലാഹുവേ, നീയും നിന്റെ പ്രവാചകനും ഇഷ്ടപ്പെട്ടവരായി മാറുന്ന ഈമാനികവും ഇഹ്സാനികവുമായ വളർച്ചകൾ നൽകി അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. നിന്നെയും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകരെയും ഞങ്ങൾ കണ്ടിട്ടില്ല, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. കരുണാവാരിധിയായ റബ്ബേ, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നു, ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുന്നു. ഞാൻ പറഞ്ഞത് നാളെ സ്വർഗത്തിൽ അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള, നിന്റെ വജ്ഹ് കാണാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട റസൂൽ നബി കരീം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അംബിയാ മുർസലുകൾ, സഹാബെ കിറാം, അവരുടെയൊക്കെ കൂടെ അവരെയൊക്കെ കണ്ടുമുട്ടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇടകളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഞങ്ങളുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വിശ്വാസികളായ ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ ഖബറിൽ ചോദ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ചെരുപ്പ് പോയാൽ, അവസാനത്തെ ചെരുപ്പിൻ്റെ വാറ് അടിക്കുന്ന ശബ്ദവും അകന്നു കഴിഞ്ഞാൽ മലക്ക് വന്ന് ചോദിക്കും, നിന്റെ റബ്ബാരാണ്, നിന്റെ കിതാബ് ഏതാണ്, നിന്റെ ഇമാമാരാണ്, ഈ വ്യക്തി ആരാണ് എന്ന് നിനക്കറിയുമോ? ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കറിയാം. അല്ലാഹുവേ, നാളെ ഖബറിലെ ചോദ്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനെ കുറിച്ച് മറുപടി നൽകാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. മഹാദൗർഭാഗ്യവന്മാരുണ്ട്, അവർക്ക് അല്ലാഹുവില്ല, ദീനില്ല, ഈ വ്യക്തിയെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പഠിച്ചില്ല, ഞങ്ങൾ പിടിച്ചെടുത്തില്ല എന്ന് ഖബറിൽ വിലപിക്കുന്നവരുടെ ദൗർഭാഗ്യങ്ങളിൽ നിന്ന് അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും നിന്നിലേക്ക് സഞ്ചരിച്ച് ഖബറിലും ബർസഖിലും ഒക്കെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ.